ലങ്കാധിപൻ നീണാൾ വാഴട്ടെ. പ്രഭു, രാമസേതുവിലൂടെ അതാ ഒരു വാനരസേന പാഞ്ഞെടുക്കുന്നു. ലക്ഷ്യം ഈ ലങ്കാപുരിയുടെ നാശവും രാമഭക്തിയെ വീണ്ടെടുക്കലുമാണ്. രാക്ഷസ സേനയ്ക്ക് അപരിചിതമായ യുദ്ധതന്ത്രങ്ങളാണ് വാനരപ്പടയുടെ കൈമുതൽ. എന്ത് ചെയ്യണം പറഞ്ഞാലും സർവപ്രപഞ്ചങ്ങളും ഭയന്നോടുന്ന ഈ ലങ്കാധിപനോട് പടപൊരുതാൻ കേവലം ഒരു വാനരസേന. അയ്യോ അടിയൻ, സൈന്യങ്ങൾ യുദ്ധസജ്ജമാകട്ടെ. ലങ്കാപുരിയുടെ മണൽത്തരികൾ പോലും വീറും വാശിയും കാണിക്കട്ടെ. ശത്രു ശിരസുകൾ സഹസ്രങ്ങളായാലും ശതകോടികളായാലും അതരിഞ്ഞു വീഴ്ത്താൻ ഇതാ നമ്മുടെ ചന്ദ്രകാന്ത്. ഇനി ഒരേ ഒരു വാക്ക് മാത്രം, യുദ്ധം. ഇനി യുദ്ധമാണ്. രാംരാജ് അവതരിപ്പിക്കുന്ന ലങ്കേശ്വരൻ ഇടവേളയ്ക്ക് ശേഷം തുടരും. രാംരാജ്, ഹലോ, ഈ നാടിന്റെ അറിയോ നമ്മള് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സാ. ഇവനാ ഡെയിലി ചുണ്ടിന്റെ പടം അയക്കുന്നത്. ഇതൊക്കെ ഉണ്ടായിതൂടെ. തത്തമംഗലം പാലക്കാട് അടുത്താ. ഓ, പാലക്കാടാണല്ലേ? വത്സ സാറേ, നിങ്ങൾ തകർത്തുണ്ട്. ഞാൻ കോരി തരിച്ചു പോയി. നിങ്ങളെ ബ്രഹ്മാവ് ഉസ്സാറായിട്ടുണ്ട്. ബ്രഹ്മാവോ? ഇവനൊക്കെ ഏത് സമയത്തുണ്ട്? ഇത് സാറിനൊരു നേരം പോക്കാണോ അതോ പൈസക്കാണോ? കല എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. ഓ, അതാണ്. ഡേയ്, 2 കട്ടൻ ചായ കൊണ്ടുവാ. രാംരാജ് അവതരിപ്പിക്കുന്ന ലങ്കേശ്വരൻ തുടരുന്നു. പിന്നെ സ്വാമിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തിരുവനന്തപുരം എന്താണ് ഞാൻ പഠിപ്പിച്ചത് കേട്ടോ. ഇതാ വാനരപ്പട ലങ്കാപുരിയിൽ എത്തിയിരിക്കുന്നു. ഹനുമാൻ ലങ്കാപുരി തച്ചുടയ്ക്കുന്നു. എവിടെ യവന്മാരെ ഇന്ന് തീർത്തിട്ട് തന്നെ കാര്യം. അപ്പൊ സ്വാമി രാവിലെ ആയിക്കോട്ടെ. അപ്പൊ അത് ശരിക്കും ഹനുമാനല്ലേ? സോറി, ശിവൻ. സ്വാമി, ഓ, തിരുവനന്തപുരം പത്മനാഭന്റെ മണ്ണ. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എവിടെയാ? പത്മനാഭന്റെ നിലവറയിൽ. നമുക്ക് വേണ്ട ചക്രം അദ്ദേഹം ഈ മണ്ണിലിട്ടിട്ടുണ്ട്. നമ്മൾ അത് വാരി കൂട്ടി എടുത്താൽ മതി. സ്വാമി, ഓ, കണ്ണെന്തിനാ? കണ്ണ് കാണാൻ. അല്ലല്ല, കണ്ണുള്ളത് കണ്ണടയ്ക്കാനാ. അത് തിരുവനന്തപുരത്തിന്റെ 2ാം പാഠം. അല്ല, ഈ സർവീസിനിടയില് 28 സ്ഥലം മാറ്റുമോ? കഷ്ടം തന്നെ സ്വാമി. ഞാൻ സർവീസിൽ കയറിയിട്ട് 18 കൊല്ലമായി. എന്നെ ഇതുവരാരും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, സ്ഥലം മാറ്റിയിട്ടുമില്ല. പിന്നെ ഈ സൂഹിക്കാൻ ആഗ്രഹിക്കുന്നവന്മാരെ അങ്ങ് സൂഹിപ്പിച്ച് വിടണം. സ്വാമിക്ക് എന്ത് നഷ്ടം? വാ സ്വാമി. ബ്രോ, ആ സ്റ്റെപ്പിനിങ്ങളോട് തിന്നരുത്. ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ. ഓ, ഇവൻ ഏത് ക്ലാസ്സിലാ? ഇവൻ 4ാം ക്ലാസ്സില്. അമ്പ്രോ, അങ്കിളിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോടാ. ഹലോ. മീൻ ബിരിയാണി ഇല്ലേ? ഓ, ആ റൂട്ട് നാളെ. ഓ, ശരി. ഇവന് എല്ലാ ഹോട്ടലിലെ ഐറ്റംസിനെ പറ്റി അറിയാം. ഞാൻ പറഞ്ഞില്ലേ സ്വാമി. വാ സ്വാമി. ഓ, സാർ ഇത്തരം ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാനാണെന്ന് വിചാരിക്കാം. സാർ ഇത്രയും സേർട്ട് വലിക്കോ? ഇങ്ങനെ കൊണ്ടുപാടി. എന്നിട്ട് സ്വാമിക്ക് കുടിക്കാൻ ചായ എടുക്കും. സ്വാമി, ഓ, ഇത് അതൊന്നുമല്ല, വേറെ ടെക്നിക്കാ. കാണിച്ചു തരാം. ഇതിനകത്താണ് കുട്ടിച്ചാത്തൻ. സ്വാമി, കണ്ണടയ്ക്കുന്നതിന്റെ കൂലി അത്. തിരുവനന്തപുരത്തിന്റെ മണ്ണി നട്ടാ മുളയ്ക്കും, മുളച്ചാ വളരും, വളർന്ന കൊയ്യാം. ദാ ഇതുപോലെ. അയ്യോ സാറേ, ഞാൻ വലിക്കൂല. അത് തുറന്നോക്കടോ.
വത്സൻ സാറേ, ആ. ആ കോഴിക്കടക്കാരനാണ് ഉടായിപ്പാട്ടോ. ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീന്റെ പൈസ കൊടുത്തോന്ന് അയാൾ പറയാ കൈക്കുലിക്കാശല്ലാതെ സൗകര്യമുള്ളപ്പോൾ കൊടുത്തോളാന്ന്. ഓ അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. എന്തോന്ന്? ഞാൻ അവനെ തന്തക്ക് വിളിച്ചു, എന്നിട്ട് പക്ഷെ അവനെക്കാട്ടും വലിയ അബദ്ധം പറ്റി കേട്ടോ. അവൻ എന്റെ കാറിന്റെ കുറ്റിക്കിട്ട് അടിച്ചു. ആ അത് നന്നായി. അത് ശരി. അതെ സ്വാമി, ഓ. ഇത് സുനി നമ്മുടെ ഓഫീസിൽ എച്ച് അല്ല സാറേ, ഇത് ഇതറിയില്ലേ? ഇതല്ലേ പട്ടാഭിരാമൻ. അയ്യോ സാറേ നമസ്കാരം. സുനി ചായ എടുക്കട്ടെ? അയ്യേ അതെ സാറേ, അമ്മക്കൊരു ജവാൻ മേടിക്കാം. കള്ളാ. അച്ഛൻ മിലിറ്ററിയിലായതുകൊണ്ട് അമ്മ ജവാൻ നമ്മുടെ സ്വന്തം കിടക്കൂല സാറേ. എന്ത് ചെയ്യാൻ? സ്വാമി, ഓ. ഞാന് ഒരു വീട് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ അതിനു വേണ്ടിയാ. അടുത്ത ആഴ്ച പെരവാസ്തുലി. എന്ത്? അല്ല, പെരവാസ്തുലി, ഹൗസ് വാമിങ്. ഓ ഓ ഓ, ഓ. അപ്പോ തിരുവനന്തപുരത്തിന്റെ ഏതാണ്ട് കാര്യങ്ങളുടെ കിടപ്പൊക്കെ സ്വാമിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആ. ഇനി പത്മനാഭനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങിക്കോ, തകർക്കും. അണ്ണാ, നിങ്ങൾ കുറച്ച് നേരമല്ലോ പറയുന്നു കഴിച്ചോ കഴിച്ചോ ഇറച്ചി വരുമെന്ന്. എന്നിട്ട് ഇറച്ചി എവിടെ? ഡേ ഇവിടെ ഇറച്ചിയൊന്നുമില്ല. ഇതുമെല്ലാം കഴിച്ചാൽ നിന്റെ ശരീരത്തിൽ ഇറച്ചി വരും. ഒന്നും അറിഞ്ഞൂടാ. ചേട്ടാ 2 ചായ. ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? ഈ ക്ലാസ്സിനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? കൂടിയാ നീ കൂടി. നല്ല ചായ. എന്ത് സാറേ, ഇത് പാലല്ലേ? അത് ഞാൻ നോക്കി കണ്ടുപിടിച്ചു. എങ്ങോട്ട് കണ്ണിന്തിരി കാണിക്കല്? ആടിച്ച് കവാലൊക്കെ മുരളി, അത് ഹെൽത്ത് ഇൻസ്പെക്ടറാ. ഇതെന്താണത്? പഴം കൂട്ടായി. പഴം കൂട്ടാനല്ല, ഇത് പഴയ കൂട്ടാനാ. എന്താണ്? എന്തിനു പറ്റി? അങ്ങേര് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്. ഷുക്കൂറേ, ദാ, ഇത് വെച്ചോ. എന്നിട്ട് ഈ കടയങ്ങ് പൂട്ടിക്കും. എന്താ സാറേ പ്രശ്നം? നിങ്ങളാരാ? ഞാൻ പപ്പ, മണ്ഡലം പ്രസിഡന്റാ. അത് തന്നെ സാറേ, ദാ ഇത് കണ്ടോ? ഇതാണ് ഇയാൾ ഇവിടെ ഉപയോഗിക്കുന്ന പാല്. ഇതിനൊരു പേരില്ല, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇല്ല. ശുദ്ധമായ പാലിന് മാർക്കറ്റ് വില 48 രൂപയാണ്. ഇയാളത് മേടിക്കുന്നത് വെറും 11 രൂപയ്ക്കാണ്. മണവും ഗുണമൊന്നും ഇല്ലാത്ത കുറെ പെട്രോളിയം പ്രോഡക്ട്സും വിനാശകാരിയായ അമോണിയും നമ്മൾ തലയിൽ തേച്ച് കുളിക്കുന്ന ഷാമ്പൂ ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിത സാറേ. ഈ പാലും പശുവും തമ്മിലേ യാതൊരു ബന്ധവുമില്ല. ഓടോ ഷുക്കൂറെ, സ്കോട്ടിൽ ഇൻഫോം ചെയ്തേക്ക്. നിക്ക് സാറേ, എല്ലാറ്റിനും ഒരു നീക്കുപോക്കൊക്കെ ഇല്ലേ? ചന്ദ്രന് ഒരു 2000 രൂപ ഇങ്ങ് എടുത്ത്. നമ്മള് ഹെൽത്ത് തന്നെയാ. ഒരു 1000 കൂടെ എടുത്തോ, പറയണ്ടേ? ഓ എടുക്കാം. അതെ, ഈ ആരോഗ്യമന്ത്രി നമ്മളൊരു സ്വന്തം ആളെ കേട്ടോ. അണ്ണാ, ഇത് വെച്ചോ. ചന്ദ്രനെ നമ്മള് ചെറിയല്ലേ സാറേ? ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റെങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. 24 മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ 1 മിനിറ്റെങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കും. ഷുക്കൂറെ, കൂട്ടിക്കോ. ഹായ്. ആ വരൂ. ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയോ? കുറച്ച് വീട് ക്ലീനിങ്, കുറച്ച് അലക്കല്. ഓ, ഇരിക്ക്. ഒരു പ്ലേറ്റ് എടുക്കാം, ലേശം ഇഡ്ഡലി. ആയിക്കോട്ടെ. പട്ടാഭിയുടെ ഫുഡ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ അല്ലേ? ഇത് ആ കറിയാണോ? ഊണേഷൻ? ഇതൊക്കെ വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നില്ലേ?
അച്ഛനിപ്പോ ഒരു വലിയ പട്ടാഭി ഫാനാണ് കേട്ടോ. ആഹാ. ഏത് സമയം പറയും. Why are you still a bachelor? എന്താ പറയാ, പിന്നെ അങ്ങനെ ചിലതും വേണ്ടേ. എന്റെ വിവാഹത്തിനും അച്ഛനിങ്ങനെ ഫോഴ്സ് ചെയ്യുമായിരുന്നു. ഞാൻ പിന്നെ ഈ ഷൂട്ടിങ്ങും തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ. തീറ്റയും കുടിയൊക്കെ ഒരുമിച്ചായോ? നമുക്ക് കല്യാണം കഴിച്ചാലോ? പഠിച്ചോനെ, ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി സ്വകാര്യവൽക്കരിക്കുകയാണോ? ഇയാളിത് ഇങ്ങോട്ടാ. ഒന്നും പറഞ്ഞില്ല. ഏയ്, അതൊന്നും ശരിയാവില്ല. വൈ? പൊരുത്തക്കേടുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതല്ല കല്യാണം. പൊരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണെങ്കിലോ? തനൂജയുടെ ജീവിതത്തിലെ നിറം, രുചി, അതൊക്കെ ആയിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അത് കലക്കി. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. കല്യാണം കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ഉമ്മ വയ്ക്കണ്ടേ? ഉമ്മ വെച്ച കൊല്ലിഞ്ഞേ. ചുണ്ടിൽ ഇത്രയും മായം തേച്ച് പിടിപ്പിക്കുന്ന ഒരാളോട് എനിക്ക് ഐ എം സോറി. താങ്ക്സ്. സമ്മതിക്കാതിരുന്നത് നന്നായി. അതെന്താ? സാറെങ്ങാനും സമ്മതിച്ചിന്റെ സാറിന്റെ ഭാര്യയെ നോക്കി ഞാൻ കാലാകാലം വെള്ളർക്കേണ്ടി വരൂല്ലോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കല്യാണം കഴിക്കരുത്, ഇങ്ങനെ നിക്കണം. നീ എന്താ ഇവിടെ? അതാ ഞാനും ആലോചിക്കുന്നത്, ഞാൻ എന്താ പറയുന്നത്. പട്ടാഭി സാറല്ലേ? നമസ്കാരമുണ്ട്. ഞാന് പ്രാഞ്ചി കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ചിട്ടാ സാറിന്റെ നമ്പർ എടുത്തേ. എന്താ കാര്യം? എന്തുട്ട് ചീഞ്ഞ ഫുഡാ സാറേ ഇത്. നമ്മളിവിടുന്ന് ഒരു ഊണ് കഴിച്ചിട്ട് 5 മണിക്കൂറായിട്ട് കക്കൂസിന്ന് ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു കാര്യത്തിന് വന്നിട്ടേ ഇങ്ങനെ തൂറി ചാവാൻ പറ്റിയോ കടിയേ? നിങ്ങളൊക്കെ എന്തുട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറാ? നിങ്ങൾ എവിടെന്നാ ഭക്ഷണം കഴിച്ചത്? വിനീത ഹോട്ടല്, നമ്മുടെ തൈക്കാട് ആശുപത്രിയുടെ മുന്നിലേ. അതെ, നിങ്ങളെ ഞാൻ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാം. ഓക്കെ ഷുക്കൂറെ, തൈക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വിനീത ഹോട്ടലുണ്ടോ? ഉണ്ട് സാർ. വണ്ടി എടുക്ക്. പിന്നെ സാർ, അത് വത്സൻ സാറിന്റെ അമ്മാവന്റെ ഹോട്ടലാ. ആരായാലും എന്തടോ, നിയമത്തിന്റെ വഴിക്ക് കിടക്കണം. അത് കറക്റ്റാണ് സാർ. എങ്കിൽ പിന്നെ വണ്ടി എടുക്കടോ. ഓക്കെ, എടുത്തു സാർ. സാറിന്റെ തൃശ്ശൂർക്കാരൻ കലക്കിട്ട് എന്തായാലും. നമ്മുടെ ഉള്ളിൽ നാടകമില്ലേ കിടക്കണേ. പട്ടാഭിന്ന് അവിടെ നിന്നും നമ്മള് മാമന്റെ 16 അടിയുന്നവരും ഉണ്ട്. ഹലോ വത്സൻ സാറേ, ഞങ്ങൾ വിനീത ഹോട്ടലെത്തി. പട്ടാഭി അങ്ങോട്ട് പോയിട്ടുണ്ട്. നീ ആ ഫോൺ ഓഫ് ആക്കാതെ പോക്കറ്റിലിട്. സ്പീക്കർ ഇട് സാറേ. എന്തിന് സാറേ? കേൾക്കില്ലേ? ഊണ്. സാറേ, സാർ ആരാണെന്ന് എനിക്കറിയാം. കിഴക്കേക്കോട്ടയിലും ചാലയിലും ഒക്കെ ആയിട്ട് 3-4 ഹോട്ടൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. തിരുവനന്തപുരം സിറ്റിയിൽ മഹാരാജാവ് തിരുമനസ് കഴിഞ്ഞാൽ പിന്നെ അംബാസഡർ കാർ വാങ്ങിച്ചത് ഈ ഞാനാണ്. ഇപ്പൊ എല്ലാം നശിച്ചു. പച്ചരി വാങ്ങിക്കാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് പൂട്ടരുത്. ആഹാരം തരാൻ പറഞ്ഞാൽ ആഹാരം തരണം. പോയിക്കോളൂ. ആ, മാമൻ സ്വാമിയുടെ വായിൽ പെട്ട് സാറേ. ഈ സാമ്പാർ എത്ര ആഴ്ചയായി? ഇപ്പൊ ഉണ്ടാക്കിയതാ സാറേ. പോരല്ല സാർ? ഈ ചോറും കറി മൊത്തം പഴയതാണ്.
സാറേ ഇവിടെ നിന്ന് കഴിച്ചവരാരും ഇന്നേ വരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല സാറേ. കിച്ചൺ എവിടെയാ? ദാണ്ട ഇവിടെ. വത്സൻ സാറേ, സംഭവം സക്സസ്. പട്ടാഭി അടുക്കള കയറി. ഓ മാമൻ പട്ടമായി. ഗുഡ് ജോബ്. എന്താ ഉണ്ടാക്കുന്നത്? രസം. നോക്കട്ടെ. നാളേറെയായി ഞാൻ തേടി രുചിരസം, നാവിൽ പുതുമ തൂകും ഹൃദയമേകും പുതുരസം, കാലം കാത്തുവോ. എന്താ പേര്? വിനീത. കതിരിടും രസമായിട്ടുണ്ട്. പേരോ? പേരും രസമായിട്ടുണ്ട്, രസവും രസമായിട്ടുണ്ട്. ഇത്രയും രസം മതി. ആ രസത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാ അത് ഭയങ്കര രസം. മത്സ്യ സാർ വന്നോ? ആ സുനി. ആ സാറേ. വണ്ടിക്കകത്ത് ലഡുവും ജിലേബിയും ഒക്കെ ഇരിപ്പുണ്ട്. ഒന്ന് എടുത്തിട്ട് വാ പെട്ടെന്ന്. ഇയാളെന്താ ഓന്താ ഇന്ന് ഇപ്പം നിറം മാറിയല്ലോ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇയാളൊന്നും കാണാണ്ടൊന്നും ചെയ്യില്ല. അക്ര ബുദ്ധിയാണ്. വാലട്ടു. ഞാൻ സമയം തെറ്റില്ലല്ലേ? ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കളർഫുൾ ആവട്ടെ. ഇട്ട് കൊടുക്കുക മാമ. പിടിക്ക്. അച്ഛന്റെ സ്ഥാനത്താണ് മാമൻ അല്ലേ മാമ? ഇപ്പൊ എങ്ങനെ ഹാപ്പി ആയില്ലേ? ആ ഹാപ്പി ആവും. ഒരു ലഡു. ലഡു പൊട്ടാതെടുക്കണേ. പൊട്ടിച്ച് നിങ്ങളല്ലേ എന്റെ ജീവിതം. സാറേ സാറ് വാങ്ങിച്ച ലഡു സാറ് തന്നെ തന്നെ. സാറേ നമ്മൾ ഈ മാമനിട്ട് പണിയെടുക്കാൻ നോക്കിയിട്ട് മാമൻ നമുക്കിട്ട് പണിതല്ലോ. ഇത്രയും കാലം സ്വാമി നമുക്കാരാ? കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ. ഇപ്പോഴോ മാമന്റെ മരുമകൻ, അതായത് എന്റെ അളിയൻ. ഇനിയാണ് കളി. അളിയനോ അളിയൻ? അളിയോ സദ്യയൊക്കെ ഒരുക്കി വാ അളിയാ. ഒരു കാര്യമുണ്ട്, വാ. എന്താ? പടം കേരള മാട്രിമോണിയിൽ ഇനി ഇതാ, നീ ഒന്ന്. ഹരി, ഒരു ഫോട്ടോ എടുത്ത്. മാമൻ നേരത്തെ കളത്തി പിടിച്ചോണ്ടെങ്കിൽ പോന്നോ? രാഘവലായോ? അമ്മേ, അവരെല്ലാം എത്തി. അമ്മേനടുത്ത് ആരതി എടുക്കാൻ പറ. ഇത് തനുജ വർമ്മയല്ലേ? അതെ. നടക്ക്. വരൂ. കല്യാണം കഴിഞ്ഞിട്ട് രസമുണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. രസം കൊണ്ടൊരു കല്യാണം ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അതാണ് അതിന്റെ ഒരു രസം. ഇനിയല്ലേ രസം. ഹാപ്പി മാരീഡ്. താങ്ക് യു. അളിയ ആരതി. ഓ, വലത്തെ കാലം വെച്ച് കേറിക്കോ മോളെ. ഹലോ. എന്തത്? അനുഗ്രഹത്തിന് അങ്ങനെ വേണോന്ന് പറഞ്ഞ്. അതൊക്കെ ഓരോ പഴയ ആചാരങ്ങളാ. ഒരാളുടെ കാല് പിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും വേണ്ട. നമ്മൾ തുല്യതയോടെ പോവുക, അത് മതി.
ഒരുപാട് പെണ്ണ് കണ്ടിട്ടുണ്ടോ? കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞ 43. ആർക്കും രസം ഉണ്ടാക്കാറില്ലായിരുന്നാ? ഒരു പെണ്ണെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവളെന്നെ വലിച്ച് അടുക്കളയെ കൊണ്ടുപോയി എന്റെ മുമ്പിൽ വെച്ച് എന്നെ വെല്ലുവിളിച്ച് രസം ഉണ്ടാക്കി. എന്നിട്ട്? പക്ഷെ അത് ആദ്യം കുടിച്ചു നോക്കിയത് അവളുടെ അച്ഛനായിരുന്നു. അതോടുകൂടി അങ്ങേര് പറഞ്ഞു, ലോകത്ത് ഏത് പെണ്ണിനെ കെട്ടിയാൽ എന്റെ മോളെ കെട്ടണ്ടെന്ന്. അത്രയ്ക്ക് ബെസ്റ്റ് രസമായിരുന്നേ. രസം അത്രയ്ക്ക് ഇഷ്ടാണോ? പിന്നല്ലാതെ. എന്നും രസം വേണോ? ഇപ്പൊ കിട്ടിയാലും തിരക്കേടില്ല. എങ്കിൽ ഞാൻ പോയി ഉണ്ടാക്കിട്ടോ. മണ്ടി. എടോ, അതല്ലാതെ ജീവിതത്തിൽ വേറെ ഒരുപാട് രസങ്ങളില്ലേ? ഒരു മിനിറ്റ്.